ബംഗ്ലാദേശിൽ ജൻസി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ ഉസ്മാൻ ഹാദിയുടെ കൊലപാതകത്തിൽ ഒരാൾ അറസ്റ്റിൽ. ഹിമോൺ റഹ്മാൻ ഷിക്ദാർ ആണ് അറസ്റ്റിലായത്. പ്രതികളെ സഹായിച്ച ആളാണ് അറസ്റ്റിലായത് എന്നതാണ് സൂചന. വിനീത വിജി വിവരങ്ങളുമായി. അനുജ, ഈ പ്രതികളെ സഹായിച്ച ഒരാളെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാളുടെ പക്കൽ നിന്ന് ഒരു പിസ്റ്റലും വെടിയുണ്ടകളും കണ്ടെത്തിയതായും അന്വേഷണ സംഘം പറയുന്നുണ്ട്. വളരെ വിശദമായി തന്നെ കസ്റ്റഡിയിലെടുത്ത ഇയാളെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു വരികയാണ്. നേരത്തെ തന്നെ ഈ ഇൻക്ലാബ് മഞ്ച് പാർട്ടി നേതാവായ ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് ബംഗ്ലാദേശിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും ഒപ്പം ഈ കൊലപാതകത്തിന് പിന്നിലുള്ള അക്രമികളെ പിടികൂടണമെന്നൊക്കെ പ്രതിഷേധക്കാർ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പ്രതികൾക്ക് സഹായം ചെയ്തു നൽകിയ ഒരാളെയാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇയാളെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത്. വളരെ കൃത്യമായി തന്നെ ഇയാളെ ചോദ്യം ചെയ്തു വരുന്നുണ്ട്. പ്രതികളെ വളരെ വേഗം പിടികൂടാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ എന്നും പോലീസ് പറയുന്നുണ്ട്. അതിനിടെ ഇപ്പോൾ ഈ ബംഗ്ലാദേശിൽ തന്നെ മുൻ പ്രധാനമന്ത്രിയായ ഖാലിദ സിയയുടെ മകൻ താരിഖ് റഹ്മാൻ തിരിച്ചെത്തി എന്ന ചില വാർത്തകൾ കൂടി ലഭ്യമായിരിക്കുകയാണ്. മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഖാലിദ സിയയുടെ മകൻ താരിഖ് റഹ്മാനാണ് തിരിച്ചെത്തിയിരിക്കുന്നത്. ധാക്കയിലെത്തിയ താരിഫിന് വലിയ സ്വീകരണമൊക്കെ അവിടെയുള്ള ആളുകൾ നൽകിയതായിട്ടുള്ള ചില റിപ്പോർട്ടുകൾ കൂടി ഈ ഘട്ടത്തിൽ ലഭ്യമാവുന്നുണ്ട്. 17 വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ചാണ് അദ്ദേഹം തിരികെ നാട്ടിലേക്ക് എത്തിയിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പശ്ചാത്തലം ബംഗ്ലാദേശിൽ ഇപ്പോഴും പ്രതിഷേധങ്ങളും ഒപ്പം തന്നെ അക്രമങ്ങളും തുടരുന്നതിനിടെയാണ് ഈ താരിഫ് റഹ്മാന്റെ തിരിച്ചുവരവ് എന്നുള്ളതാണ്. അനുജ, ഉസ്മാൻ ഹാദിയുടെ കൊലപാതകത്തിൽ ഒരാൾ അറസ്റ്റിലായിരിക്കുന്നു. വിനീത വിജയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.